وسلم وبارك على نبينا محمد وعلى آله وأصحابه. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അദ്ദേഹം ഒരിക്കൽ പറയാണ്, അന്ന ഉനാസം മിനൽ അൻസാരി സഅലു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻസാരികൾപ്പെട്ട കുറച്ച് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നിട്ട് അവർക്കുള്ള ചില അത്യാവശ്യങ്ങളും കാര്യങ്ങളും ഉണ്ടായപ്പോൾ സാമ്പത്തികമായ മറ്റ് സഹായങ്ങൾ ആവശ്യപ്പെട്ടു. അപ്പോൾ പ്രവാചകൻ തൻ്റെ കയ്യിലുള്ളത് അവർക്ക് കൊടുത്തു. അങ്ങനെ വീണ്ടും അവർ ആവശ്യപ്പെട്ടപ്പോൾ വീണ്ടും തൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ കൊടുത്തു. അങ്ങനെ പിന്നെ പ്രവാചകൻ്റെ അടുത്തുള്ളത് മുഴുവനും തീർന്നു പോയി, അവസാനിച്ചു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, എൻ്റെ കയ്യിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാനത് നിങ്ങൾക്ക് നൽകാതെ സൂക്ഷിച്ച് വെക്കുകയില്ല. മാ യകുൻ അൻദി മിൻ ഖൈരിൻ ലാ അദ്ഖിറുഹു അൻകും. എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് നിങ്ങൾക്ക് നൽകാതെ ലുബ്ധതയോ പിശുക്കത്തിലോ കാണിച്ച് ഞാൻ എൻ്റെ അടുത്ത് സൂക്ഷിച്ച് വെക്കൂല. വഇന്നഹു മൻ യസ്തഅഫിഫു യുഅഫഹുല്ലാ. എന്നാൽ അവർക്ക് അതിലേറെ ചോദിക്കുന്നതിലേറെ ആവശ്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്നതിലേറെ മഹത്തായ ഒരു അദബ് അവർക്ക് പ്രവാചകൻ ആ സമയത്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇന്നഹു മൻ യസ്തഅഫിഫു യുഅഫഹുല്ലാ. ഒരാൾ അവൻ മറ്റുള്ളവരിലേക്ക് തൻ്റെ ആവശ്യങ്ങളെ കാണിക്കാതെ അറിയിക്കാതെ അവൻ ചാരിത്ര്യ ശുദ്ധിയോടുകൂടെ അവൻ്റെ മനസ്സിൽ വെച്ച് ഒതുക്കി അള്ളാഹുവിലേക്ക് അവൻ്റെ വിഷയങ്ങൾ അവതരിപ്പിച്ച് പോകാൻ ഒരാൾ ശ്രമിക്കുകയാണെങ്കിൽ അള്ളാഹു അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ നൽകും. ആളുകൾ അറിയിക്കാതെ, ആളുകളെ മുന്നിൽ കൊണ്ടുപോയി പറയാതെ തൻ്റെ പ്രയാസങ്ങൾ അത് ക്ഷമിക്കാനും അള്ളാഹുവിൽ അവതരിപ്പിക്കാനും അതിൻ്റെ പേരിൽ കാത്തു നിൽക്കാനുമൊക്കെ മാനസികമായിട്ടൊരാൾ തയ്യാറാവുകയാണ് എന്നുണ്ടെങ്കിൽ അള്ളാഹു അങ്ങനത്തെ ഒരു സ്വഭാവം ഒരാൾക്ക് നൽകും. വമൻ യതസബ്ബർ യുസബ്ബിറുഹുല്ലാ. ഒരാൾ അവൻ വേണമെന്ന് കരുതി കഷ്ടപ്പെട്ട് ക്ഷമിക്കാൻ മുന്നേറാൻ തയ്യാറാകുകയാണെങ്കിൽ അവന് ഭാരമായി തോന്നുന്ന കാര്യങ്ങളിൽ ക്ഷമിച്ച് മുന്നേറാനുള്ള തൗഫീഖ് അള്ളാഹു അവന് നൽകും. വമൻ യസ്തഗ്നി യുഗ്നിഹില്ലാ. മറ്റുള്ള ആളുകളെ ആശ്രയിക്കാതെ ഒരാൾക്ക് അള്ളാഹുവിൽ ധന്യത കണ്ടെത്താൻ ശ്രമിക്കുന്ന പക്ഷം, അടിമ അവൻ ശ്രമിക്കുകയാണെങ്കിൽ അള്ളാഹു അവന് അവർ ധന്യത നൽകും. വലൻ തുഅതു അതാഅൻ ഖൈറൻ വഔസഅ മിനസ് സബ്ർ. അള്ളാഹു ഒരു മനുഷ്യന് നൽകിയ ഏറ്റവും മഹത്തായ ഏറ്റവും വിശാലമായ ഒരു ദാനം എന്ന് പറയുന്നത് ക്ഷമയാണ്. അതിലേറെ മഹത്തായ ഒരു സ്വഭാവം, അതിലേറെ മഹത്തായ ഒരു ഗുണം ഒരു മനുഷ്യന് നൽകപ്പെട്ടിട്ടില്ല. ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി റമദാൻ നോമ്പിനെക്കുറിച്ചും ഈ റമദാനിൻ്റെ രാപ്പകലുകളെക്കുറിച്ചും ചില കാര്യങ്ങൾ പറയുന്നു. അദ്ദേഹം ഇതിൽ പറയുന്നത്, റമദാൻ എന്ന് പറയുന്നതിൽ മനുഷ്യൻ അവൻ്റെ ശരീരത്തിനെ അതിനെ തെർബിയത്ത് ചെയ്ത് വളർത്തി പാകപ്പെടുത്തി നല്ല സ്വഭാവ ഗുണങ്ങളിൽ വിശേഷണങ്ങളിൽ ക്ഷമ ശീലിപ്പിക്കാൻ, അതേപോലെ തന്നെ തെറ്റായ ചില സ്വഭാവങ്ങളുണ്ടാകും ചില ആളുകൾക്ക്, പുകവലി പോലത്തതോ അതേപോലെ തന്നെ അശ്ലീലമായ കാര്യങ്ങൾ ഈ മൊബൈൽ പോലത്തത് ഉപയോഗപ്പെടുത്തുന്നതോ തെറ്റായ കാര്യങ്ങളുണ്ടാകും. ചിലത് ഹലാലായ അനുവദനീയമായ കാര്യങ്ങളുണ്ടാകും, പക്ഷേ അതിൽ കൺട്രോളില്ലാത്തതുണ്ടാകും. എനിക്കൊരു ഫുഡ് ഒരു 5 നേരം ഒരു ദിവസം കിട്ടാതെ കഴിയൂല, എനിക്ക് പകൽ സമയത്ത് ഒരു 2-3 ലിറ്റർ വെള്ളം കുടിക്കാതെ കഴിയൂല, അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിനെ ബാധിക്കും. ഇങ്ങനത്തെ അനുവദനീയമായതായിരിക്കും, പക്ഷേ അതിൽ കൺട്രോളില്ലാതെ ആവശ്യത്തിലധികമായ ചില കാര്യങ്ങൾ ദുശ്ശീലമായിട്ട് ആളുകൾക്കുണ്ടാവും. ഉറക്കിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ എനിക്കൊരു ഗ്ലാസ് ചായ കാപ്പി കിട്ടാതെ കഴിയൂല. അങ്ങനത്തെ ഈ തെറ്റായ ശീലങ്ങളിൽ നിന്ന് ഒരു മനുഷ്യൻ അവൻ്റെ ശരീരത്തിന് ഇതുപോലെ ക്ഷമയും കൺട്രോളും നിയന്ത്രണം വരുത്തിക്കൊണ്ട് ശീലിപ്പിച്ച് നല്ല നിലക്ക് അതിനെ വളർത്തി കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പാഠശാലയാണ് റമദാൻ. ഒരു മദ്രസയാണ്. നല്ല ശീലങ്ങളിലേക്ക് കൊണ്ടുവരാൻ, ശരീരത്തിനെ നിയന്ത്രിക്കാൻ, അതിൻ്റെ ഓരോ കാര്യങ്ങളിലും അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പാഠശാലയാണ് റമദാൻ എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ച ഭക്ഷണപാനീയങ്ങളും നോമ്പിനെ മുറിക്കുന്ന കാര്യങ്ങളും അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് പ്രതിഫലം മോഹിച്ചുകൊണ്ട് ഒരാൾ അത് നിയന്ത്രിക്കാതെ മാറ്റിവെക്കാൻ തയ്യാറാവുകയാണ് ഒരു മാസം പൂർണ്ണമായിട്ട്. അപ്പോൾ അവൻ്റെ ശരീരത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ തെറ്റായതാണെങ്കിലും അനുവദനീയമായ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിലും അത് മാറ്റിവെച്ച് ശരീരത്തിന് നല്ല സ്വഭാവങ്ങളും കാര്യങ്ങളും പിന്നെ ക്ഷമയും പോലത്തെ പഠിപ്പിച്ച് അതിനെ വളർത്തി കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് റമദാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് യംബഗിൽ ഇൻസാനി അൻ യതനബ്ബഹ്, അവൻ ശ്രദ്ധിക്കണം ഈ മഹത്തായ ഉത്തമമായ ഈ സീസൺ, ഈ കാര്യങ്ങൾ അതിൽ നിന്ന് ലാഭകരമായ കാര്യങ്ങൾ നേടിയെടുക്കാനും അവൻ്റെ ശരീരത്തിൻ്റെ തെറ്റായ ദിശകളും സ്വഭാവങ്ങളും കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ അവൻ ശ്രമിക്കണം. വന്നഫ്സു കത്തുഫിലി ഇൻ തുഹ്മിൽഹു ശബ്ബ അലാ. മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുന്നത് ഒരു കുഞ്ഞിനെ പോലെയാണ്.
മുല കുടിച്ച് വളരുന്നൊരു കുഞ്ഞിനെ പോലെ. അതിൻ്റെ മാതാവ് അതിൻ്റെ മുലകുടി നിർത്തുകയാണ്, അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലും ചെയ്തി എന്നുണ്ടെങ്കിൽ കുട്ടി അത് ശീലിക്കും. നേരെ മറിച്ച് ഇൻ തുഹ്മിൽഹു, ആ കുട്ടിയെ അങ്ങനെ മുല കുടിച്ചങ്ങനെ പോകട്ടെ എന്ന് വിചാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് വളർന്നാലും 2-3 വയസ്സ് കഴിഞ്ഞ് 4 വയസ്സായ 5 വയസ്സായ കുട്ടി മുല കുടിച്ചുകൊണ്ടേയിരിക്കും. ഇതുപോലെയാണ് മനുഷ്യൻ്റെ ശരീരങ്ങൾ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ശരീരത്തിന് കൺട്രോൾ ചെയ്യാനും നിയന്ത്രിക്കാനും മാറ്റിയെടുക്കാനും ലോഹങ്ങളെയൊക്കെ അതിനെ തീയിലിട്ട് ഉരുക്കിയെടുക്കുന്നത് പോലെ നല്ല നിലക്ക് അതിനെ ക്ലിയറാക്കിയെടുക്കാൻ പറ്റുന്നൊരവസരമാണ്. ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.